CCTV അവിടെ നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് വെച്ചതുകൊണ്ട് പേടിച്ചിട്ട് എടുക്കണില്ല, ഇല്ലേ എന്നും വലിക്കല പരിപാടി. അങ്ങനെ എത്ര ആളുകളുണ്ട്, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. മുതലാളിയെ പറ്റിക്കരുത്. അയാൾ ഒരുപക്ഷെ കോടികൾ കയ്യും കണക്കില്ലാത്ത പൈസ ഉള്ള ആളായിരിക്കും. പക്ഷേ അള്ളാന്റെ അടുത്ത കണക്കുണ്ട്. എന്റെ മുതലാളി എനിക്ക് നിശ്ചയിച്ച ശമ്പളമല്ലാതെ എനിക്ക് ഒന്നും ഹലാലല്ല. ആ ശമ്പളവും അയാള് തന്നെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ എന്നാ. എന്റെ ശമ്പളം ഞാൻ വലിച്ചിട്ട് ബാക്കി എന്നെ പറ്റൂല. സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഒരുപാട് കാലം അവിടെ നിന്നിട്ട് കുറെ കാലം പൈസ ഉണ്ടാക്കി വന്ന ഒരാളോട്, എവിടുന്നേടോ എനിക്ക് ഇത്രയൊക്കെ പൈസ, നീ ഡ്രൈവറായി, നീ ഇവിടെ കച്ചവടത്തിൽ ബക്കാലി ജോലി ചെയ്യായിരുന്നില്ലേ? അതെ. എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ എല്ലാ ദിവസവും ഒരു 100 റിയാൽ ഇങ്ങനെ എടുക്കാറുണ്ട്. പടച്ചോനെ, എന്റെ അറബിയെ നീ പറ്റിക്കായിരുന്നു. അല്ലല്ല, ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ട് എന്നെ എടുത്തത്. എന്തേ പറഞ്ഞത്? മൂപ്പര് കാര്യം 100 എടുത്തിട്ടുണ്ടോ പച്ച മലയാളത്തിലേ? മൂപ്പർക്ക് അറിയില്ലല്ലോ മലയാളത്തിൽ എന്താ പറഞ്ഞത്. അങ്ങനെ എടുത്തൊക്കെ ആയിരുന്നു പരിപാടി. പിന്നൊക്കെ ബോധം തെളിഞ്ഞിട്ടോ, പിന്നൊക്കെ തൗബ ചെയ്തു, നന്നായി ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടായി. ചിലപ്പോ അതൊന്നും സാധിക്കും മുമ്പ് നമ്മൾ മരിച്ചു പോകും. തിരിച്ചു കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ ഒരു കച്ചവടത്തിന് നിർത്തിയാൽ അവൻ പറ്റിക്കൂല എന്ന് മുതലാളിമാർക്ക് തോന്നണം. അത് നമ്മുടെ ഐഡന്റിറ്റി. അതൊരു കച്ചവടം ചെയ്യുന്ന മുഴുവൻ ആളുകളും കസ്റ്റമറെ പറ്റിക്കരുത്, ജോലി ചെയ്യുന്നവർ എംപ്ലോയറെ പറ്റിക്കരുത്, എംപ്ലോയർ എംപ്ലോയീസിനെ പറ്റിക്കരുത്. കാരണം നമ്മൾ സുദുഖിന്റെ ആളുകളാണ്, സത്യസന്ധതയുടെ ആളുകളാണ്. അങ്ങനെ ഒരു മാർക്ക് വരണം. CCTV ഇല്ലെങ്കിൽ മോഷ്ടിക്കും, എന്താ പിന്നെ കാര്യം? CCTV അവിടെ നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് വെച്ചതുകൊണ്ട് പേടിച്ചിട്ട് എടുക്കണില്ല, ഇല്ലേ എന്നും വലിക്കല പരിപാടി. അങ്ങനെ എത്ര ആളുകളുണ്ട്, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. എന്താ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കുക? പടച്ചവന്റെ മുമ്പിലേക്ക് എത്തുമ്പോ